എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കണ്ടു പ്രഭാവതി കാരുണ്യദീപം ഓൾഡേജ് ഹോമിലേക്ക് പോകുന്ന വഴിക്ക് രാധാമണിയെ കാണുന്നുണ്ട്. പിന്നീട് രാധാമണി പ്രഭാവതിയെ പിന്തുടരുകയാണ്. അങ്ങനെ ഓൾഡേജ് ഹോമിന്റെ മുന്നിലെത്തി പ്രഭാവതി തിരിഞ്ഞു നോക്കിയപ്പോൾ രാധാമണി തൊട്ടു പുറകെ തന്നെയുണ്ട്. രാധാമണിയോട് പറഞ്ഞു, എന്തിനാ എൻ്റെ പുറകെ വരുന്നേ? എൻ്റെ പുറകെ വന്നിട്ട് കാര്യമില്ല, ഞാൻ തന്നെ ഇവിടെ അഗതിയാന്ന് പറയണം. 2-3 വട്ടം രാധാമണിയെ പറഞ്ഞുവിടാൻ ശ്രമിച്ചു. പക്ഷേ പ്രഭാവതി ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ ആ പുറകെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് പ്രഭാവതി പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടേക്കാണ് കയറാൻ പോകുന്നത്. ഇതാന്ന് തോന്നുന്നു കാരുണ്യദീപ ഓർഫനേജ്. ഞാൻ ഇങ്ങോട്ടേക്ക് കയറാൻ പോവാം. നിങ്ങൾ എൻ്റെ പുറകെ വന്നിട്ട് കാര്യമില്ല, നിങ്ങൾ തിരിച്ചു പോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് പ്രഭാവതി അതിനകത്തേക്ക് കയറി. അതിനകത്ത് കയറിയിട്ട് ആ ഗേറ്റ് അടിച്ച സമയത്ത് രാധാമണി അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. പ്രഭാവതിക്കാണെങ്കിൽ സങ്കടം വന്നു. കാരണം അവരും ആരും ഇല്ലാത്തവരാന്ന് തോന്നേ. ഒരു പക്ഷേ അവർക്ക് ഓർമ്മശക്തി അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്തോ ഒന്നുണ്ട്. അതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ പിന്തുടർന്ന് വരുന്നത്. ദൈവമേ, അവർക്കൊരു ആപത്തും വരാതെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഓർഫനേജിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ നളിനിയാണ് ആദ്യം പ്രഭാവതിനെ കാണുന്നത്. നളിനി ഓടി ഇറങ്ങുന്നു. അയ്യോ, ഇതാര്? എൻ്റെ പ്രഭാവതി അമ്മയെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, എന്താ അമ്മ, എന്താ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു, ഇനി എനിക്ക് ഇവിടെ അഭയം തരണമെന്ന് പറയണം. അയ്യോ, അത് പിന്നെ അതെ, എന്ത് പറഞ്ഞാലും കാര്യമില്ല നളിനി, എനിക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, ഞാൻ ഇവിടുത്തെ പാത്രം കഴിയോ എങ്ങനെയാണെങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞോളാം, ഞാൻ ആർക്കും ഒരു ശല്യത്തിനും വരത്തില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നളിനിക്ക് സങ്കടമായിപ്പോയി. കാരണം എങ്ങനെ കഴിഞ്ഞിരുന്ന ആളുകാപ്പൊരു വീട്ടിൽ. അല്ല, ഇങ്ങോട്ട് വന്ന ആരെങ്കിലുമൊക്കെ അറിയാമെന്ന് ചോദിക്കണം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അഭിസാറിനും ജാനകി മോൾക്കൊക്കെ അറിയാമെന്ന് ചോദിക്കണം. അവർക്കൊന്നും അറിയില്ല എന്ന് പറയണം. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരന്വേഷിക്കില്ലേന്ന് ചോദിക്കണം. അന്വേഷിക്കും, അതെനിക്കറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ടും വരും. പക്ഷെ ഞാനൊരിടത്തേക്കും പോകാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കഴിയുന്നുള്ളൂ, എനിക്കാണെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നളിനി പറഞ്ഞു, അല്ല അത് പിന്നെ പ്രഭാവതിയമ്മ കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം ചെയ്യാം, ആ മാഡത്തിനോട് പറഞ്ഞ് എനിക്കിവിടെ ഒരു അഭയം തരാമെന്ന് ചോദിക്കണം, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നളിനി അങ്ങോട്ടേക്ക് കയറി പോവാണ്. പിന്നീട് സംസാരിച്ചിട്ട് വന്നിട്ട് പ്രഭാവതിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണം. അതിനുശേഷമാണ് സുമംഗലാമ്മ പ്രഭാവതി അമ്മയെ കാണുന്നത്. പ്രഭാവതിയെ കണ്ട് സുമംഗല ഓടി നിന്നിട്ട്, എന്താ പ്രഭാവതി എന്താന്ന് ഇവിടെ എന്താന്ന് ചോദിക്കണം. പിന്നീട് പ്രഭാവതി ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമംഗല പറഞ്ഞു, എൻ്റെ മോൻ പോയതോട് കൂടിയിട്ട് ഞാനും നീയും വൃദ്ധസ്ഥാനത്തിലായല്ലേന്ന് ചോദിക്കുകയാണ്. ഇപ്പം നമുക്ക് ആരും ഇല്ലാതെ പോയല്ലോ. നിനക്ക് മക്കളുണ്ട്, പക്ഷെ തിരിഞ്ഞു നോക്കണില്ല. ഇപ്പം എനിക്ക് ഇല്ല, എൻ്റെ മകൻ മരിച്ചുപോയി, ഇപ്പം നമ്മൾ രണ്ടുപേരും അനാഥരായല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞ് പ്രഭാതി പറഞ്ഞു, എനിക്കിതിനകത്ത് തീരെ സങ്കടമില്ലമ്മേ, ഞാനായിട്ട് വരുത്തി വെച്ചാൽ ഇതൊക്കെ. ശരിക്കും കണ്ണുള്ള സമയത്ത് കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിക്കാൻ പുല്ല് വിലയാണ് കൊടുത്തേ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വില എന്താന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി കണ്ണ് നിറഞ്ഞു വരുവാണ്. സുമംഗലയ്ക്ക് മനസ്സിലായി തനിക്കും ഈ പറഞ്ഞ പ്രഭാവതിക്ക് ഇപ്പോൾ ഒരേ അവസ്ഥ തന്നെയാണ്. അങ്ങോട്ടേക്ക് തിരികെ പോയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒരു പട്ടിയുടെ വില പോലും ചിലപ്പോൾ കിട്ടത്തില്ലെന്നുള്ള കാര്യം അറിയാം. പക്ഷേ പ്രഭാവതിയുടെ മനസ്സിലെ ചിന്ത, താൻ ഈ ചെയ്ത് കൂട്ടിയനൊക്കെ അനുഭവിക്കണം, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോന്നിരിക്കുന്നത്. ഇനിയും താൻ അവിടെ കഴിയുന്നത് ശരിയത്തില്ല. അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണ മിക്കവാറും തൻ്റെ കർണം അടിച്ചു പൊട്ടിക്കും. അതിനൊരു അവസ്ഥ ഉണ്ടായി കൊടുക്കേണ്ട കാര്യമില്ല. അമ്മായിയമ്മയും മരുമോള് തല്ലിയെന്നുള്ള ഒരു പേര് കേൾപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവൾ അതല്ല, അതിലപ്പുറം ചെയ്യും. അതിനു മുമ്പ് തന്നെ ഇറങ്ങുന്നല്ലേ നല്ലത് എന്നോർത്തിട്ടാണ് പ്രഭാവതി അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. ഈ സമയത്ത് പ്രഭാവതി അന്വേഷിച്ച് എല്ലാ സ്ഥലങ്ങളും കൂടെ അന്വേഷിക്കുന്നുണ്ട്. നിരഞ്ജനയും അമലും അജയൊക്കെ. പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം നിരഞ്ജന പറഞ്ഞു, എനിക്ക് തോന്നി മിക്കവാറും അവിടെ കാണുമായിരിക്കും, ആ ഓൾഡേജ് ഹോമിൽ, കാരുണ്യദീപ ഓൾഡേജ് ഹോമിൽ അങ്ങോട്ടേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ, നമുക്ക് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറയണം. ഈ സമയം തമ്പിയെ കാണാനായിട്ട് അപർണ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് തമ്പിയോട് പറഞ്ഞു, അവരിറങ്ങി പോയിട്ടുണ്ട്, ഓൾഡേജ് ഹോമിലേക്ക് ആവാനാണ് ചാൻസ് കൂടുതലെന്ന് പറയാം. അല്ല, അച്ഛനോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായി? അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം. എൻ്റെ മോളെ, അതിന് ഞാൻ 2-3 അവന്മാരെ വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ അവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. അവന്മാർ കണ്ടില്ല എന്നാ പറയണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാടെ സമനില ഏറ്റുന്ന പോലെ തോന്നുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞ് തമ്പി പറഞ്ഞു, നീ തൽക്കാലത്തേക്കൊന്ന് സമാധാനമായിട്ടിരിക്കാൻ പറയണം. അല്ല, ആ ജാനകിയുടെ അമ്മയുടെ ഫോട്ടോയാന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ ഒരു ഫോട്ടോ കണ്ടില്ലേ, അതെൻ്റെ ഫോട്ടോയാന്ന് പറഞ്ഞല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപർണ ചോദിച്ചു, അല്ല അച്ഛൻ്റെ ഫോട്ടോ എങ്ങനെ അവിടെ വരണേന്ന് ചോദിക്കുകയാണ്. അതാ എനിക്കറിയത്തില്ലാത്ത, ഒരു പക്ഷേ എൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ വെച്ച് അവരെന്തോ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന് പറയണം.
അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, അല്ല അച്ഛൻ്റെ ഫോട്ടോ വെച്ച് എന്തിനാ ഈ അബിയും ജാനയും കൂടെ പ്ലാൻ തയ്യാറാക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകത്തെന്ന് പറയാം. എൻ്റെ മോളെ, അബിയുടെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ. അബി ആളാരാ വിദ്വാനെന്ന് അറിയാവോ? എന്നെ കുടുക്കിലാക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് പരിപാടിയും ചെയ്യും. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഒന്ന് അവൻ ചെയ്യാൻ പോകാമെന്നോ തോന്നേ. അതുകൊണ്ടായിരിക്കും മിക്കവാറും അവനെ എന്നെയും കൊണ്ടൊന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം അച്ഛാ. അവൻ്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഏത് വിധത്തിലാണ് അവന് കുരുക്ക് വിരിക്കുന്നത് പറയാൻ പറ്റില്ല എന്ന് പറയണേ. അത് ശരിയാ. അവളുടെ അമ്മയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ നമുക്കിട്ട് കുരുക്കാൻ നോക്കുമെന്നാണ് എനിക്ക് തോന്നണേന്നൊക്കെ പറയണം. പിന്നീട് അപർണ പറഞ്ഞു, ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമുള്ളേ. ആ അമ്മായിമ്മ എൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അതൊരു ആശ്വാസം. ഇനിയിപ്പോൾ അവരെ പോയി നിരഞ്ജനെ അമലും ഒക്കെ തിരികെ കൊണ്ടുവരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാതി രക്ഷപ്പെട്ടു. പിന്നെ അബിയും ജാനകിയും അവർ പിന്നെ എന്താണെങ്കിലും ഇറങ്ങിപ്പോയിക്കോളും. അവർക്ക് വീടിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ പോകുന്ന നേരത്തെ തന്നെ പറഞ്ഞിരിക്കുക. പിന്നെ ഞാനും അമലും മാത്രമായിരിക്കും ആ വീട്ടിൽ. അളകാപുരി വീട് എനിക്ക് സ്വന്തമാണെന്ന് പറയണം. തമ്പി പറഞ്ഞു, ഞാൻ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് മോളെ കാത്തിരിക്കണം. ഞാൻ എത്രയോ കാലത്തെ ആഗ്രഹമായിരുന്നു അറിയാവോ? സൂര്യ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അളകാപുരിയിൽ സൂര്യനാരായണൻ അസ്തമിച്ചോട് കൂടിയിട്ട് എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു. അളകാപുരി വീട് ഇനിയിപ്പോൾ അനാഥമായി പോവാണ്. അവിടെ താമസിക്കാനായിട്ട് ഇനി ഈ തമ്പി ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ മോളുടെ കയ്യിൽ ആ വീട് എത്തി കഴിയുമ്പോൾ എന്നൊക്കെ പറയാണ്. അപർണ പറഞ്ഞു, അതിനിപ്പോൾ അധികം കാത്തിരിക്കേണ്ട വരില്ല അച്ഛാ, അധികം വൈകാതെ തന്നെ അത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമ്പീനെ ഇങ്ങനെ ഒന്ന് സന്തോഷിപ്പിക്കുകയാണ്. ഈ സമയത്ത് തമ്പി പറഞ്ഞു, അതേ അതുകൊണ്ട് മാത്രമല്ല അറിയാലോ, ആ അബിയും ജാനകിയും അവർ ചിലപ്പം ഈ പറയുന്ന പ്രഭാവതിയൊക്കെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കും. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, വിളിച്ചോണ്ട് അങ്ങോട്ട് വരട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം. ഈ സമയം വല്ലാത്തൊരവസ്ഥയായി പോയി ജാനകിക്ക്. കുറേ അന്വേഷിച്ച് കഴിഞ്ഞിട്ടും രാധാമണിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നീട് അബിയോട് പറഞ്ഞു, അബിയേട്ട എനിക്ക് പേടിയാവുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ആ തമ്പിയുടെ ആൾക്കാരെങ്ങാനും അമ്മയെ കണ്ടെത്തി കാണുമോ? അമ്മയെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരില്ലാതാക്കുമെന്ന് പറയണം. എൻ്റെ അമ്മയെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഞാൻ അല്ലേ പറയണേ, നിൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. എന്നാലും അബിയേട്ടാ, എൻ്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞപ്പോൾ അമ്മ പോയല്ലോ. ഇപ്പം ശരിക്കും ഞാൻ ചിന്തിക്കുന്ന വരേണ്ടിയിരുന്നില്ല എന്നാ വീട്ടിലേക്ക്. ഞാൻ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു പറയാം എൻ്റെ അമ്മയെ ഇട്ടിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബി പറഞ്ഞു, സാരമില്ല, സംഭവിക്കാനുള്ളതൊക്കെ നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും സംഭവിക്കുമല്ലോ. നീ സമാധാനമായിട്ടിരിക്കുക, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ജാനകിയെ. ഈ സമയത്ത് കാരുണ്യദീപ് ഓർഫനേജിലേക്ക് നിരഞ്ജനയും അമലും അജയും കൂടെ വരുവാണ്. അങ്ങനെ വന്ന് അവരന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയണേ. അങ്ങനെ പ്രഭാവതിയെ കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുമ്പോഴത്തേനും പ്രഭാവതി സുമംഗലമ്മയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് പ്രഭാവതി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയ് പറഞ്ഞു, അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചേ? അമ്മ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കണം. അമല് പറഞ്ഞു, ശരിയാ, അമ്മയോട് ആരമ്മ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേനും പ്രഭാവതി പറഞ്ഞു, എന്തിനാ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നേ? അവിടെ ഒരു വേലക്കാരിയാക്കാനാണെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമല് പറഞ്ഞു, അമ്മ എന്താ പറയണേന്ന് ചോദിക്കും. നീയൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വേലക്കാരിയാ വീട്ടിൽ വേണം. അപ്പോൾ അത് അടുക്കള ജോലി എടുക്കാനായിട്ടല്ലേ എന്നെ വിളിച്ചുകൊണ്ട് പോകണേ. എനിക്ക് എന്താണല്ലോ അതിന് മനസ്സിലാവും. ഞാൻ എന്താണെങ്കിലും ഉള്ള കഞ്ഞിയും വെള്ളം കുടിച്ച് ഇവിടെ കിടന്നോളാം. ആ ജോലി ഇവിടെ ചെയ്യുവാണെങ്കിൽ എനിക്കിവിടെ അതിൻ്റേതായ അന്തസ്സ് കിട്ടും. പക്ഷെ ആ വീട്ടിൽ വന്ന് ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം. ഞാൻ ഇനി അവിടെ നിൽക്കാൻ ഒരുക്കുമല്ല. ഞാനവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് പറയാം. നിരഞ്ജന പറഞ്ഞ, അമ്മ അങ്ങനെ പറയരുത്, അമ്മ അങ്ങോട്ടേക്ക് തിരികെ പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുമംഗല പറഞ്ഞു, തിരികെ പറഞ്ഞ പോലും ഞാനിങ്ങോട്ട് വന്നിട്ട് ഇത്ര നാളെ നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ. എന്നിട്ടിപ്പം പ്രഭാവതി പോന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ വന്നിരിക്കുന്നു വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. പ്രഭാവതി, ഒരു കാര്യം ഞാൻ പറയാം, നീ പോയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ എൻ്റെ പിന്നത്തെ ആയിരിക്കും നിൻ്റെ അവസ്ഥയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമല പറഞ്ഞത്, അഭിയേട്ടനൊന്നും വീട്ടിലില്ല. അഭിയേട്ടനൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് അറിയാലോ. അഭിയേട്ടനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയേട്ടന് സഹിക്കാൻ പറ്റില്ല അമ്മ ഇങ്ങോട്ടേക്ക് പോകുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രഭാവതി പറഞ്ഞു, അതുകൊണ്ടാണ് അബി ഇല്ലാത്ത സമയം നോക്കി ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേ. അവനുണ്ടെങ്കിൽ എനിക്കറിയാം അവനെന്നെ ഇങ്ങോട്ട് വിടില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് മാത്രം അവനില്ലാത്ത സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയണം. പിന്നീട് നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കൊള്ളാൻ പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവർ നിൽക്കുക. ഈ സമയത്ത് രാധാമണി എന്ത് ചെയ്യണം, ആ ഗേറ്റിന് സൈഡിൽ വന്നിട്ട് അകത്തേക്ക് നോക്കുകയാണ്. കാരണം അങ്ങോട്ടേക്കാണ് പ്രഭാവതി കയറി പോയിരിക്കുന്നത്. ഒരു പക്ഷേ തൻ്റെ മോളിനി അവിടെ കാണുമോ എന്നൊരു ചിന്തയൊക്കെ ആ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി പോയ വഴിയെ നോക്കിക്കൊണ്ട് രാധാമണി ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.